പറയുന്ന മറ്റൊരു കാര്യം ബിജെപിയുടെ വോട്ടും അൻവറിന് കിട്ടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കോലീബി സഖ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപാട് വികസനം തുരങ്കപാത, NH, പാലമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ താങ്കൾ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ. ഒരു ദിവസം മാത്രമാണ്. എന്താണ് ജനങ്ങളോട് താങ്കൾക്ക് പറയാം? അല്ല, അങ്ങനെ എല്ലാവരും ഒന്നും വ്യക്തിഹത്യ നടത്തിയവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. UDF-ലായാലും ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്തവരായാലും ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും മഹാഭൂരിപക്ഷവും പ്രവർത്തനത്തെ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഓരോരുത്തരും എന്താണെന്ന് നാടിനറിയാം, നാടിന് നന്നായിട്ട് അറിയാം. ഓരോരുത്തർ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, എന്നാണ് നടത്താൻ ആരംഭിച്ചതെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പിന്നെ പറയുമ്പോൾ ചിലർക്കൊരു സുഖം കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് സുഖം കിട്ടുന്നവർ കിട്ടട്ടെ. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപം അത് തീർച്ചയായിട്ടും ഏത് രംഗത്തുള്ളവർ, ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഒരു മാനസിക പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ല, സമൂഹത്തിലാകെട്ട് അലക്കുമ്പോൾ നമുക്ക് മനുഷ്യനാണ്, മാനസിക പ്രയാസം ഉണ്ടായേക്കാം. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു CPIM-ൻ്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിമർശനത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയും. വ്യക്തി അധിക്ഷേപം തുടർച്ചയായി ഇങ്ങനെ ഒരു നിർത്താതെ അങ്ങനെ വരുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ മനസ്സിലാക്കാനും വൈകാരികമായി പ്രതികരിക്കാതെ വൈകാരികതയ്ക്ക് മുകളിൽ രാഷ്ട്രീയ ബോധത്തെ നിർത്തി ഇടപെടാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെങ്ങനെ എടുക്കുന്നുള്ളൂ, ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന മൈക്രോ മൈനോറിറ്റിയായി വരുന്ന വ്യക്തിഹത്യ നടത്തുന്നവരുടെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ടാകാം. ആ താല്പര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ തിരിച്ചറിഞ്ഞ് അതിനു മുകളിൽ വൈകാരികമായി നാം മാറാതെ അതിനു മുകളിൽ രാഷ്ട്രീയ ബോധത്തോടു കൂടി, രാഷ്ട്രീയ ബോധം വൈകാരികതയെ പരാജയപ്പെടുത്തി മുന്നേറാനുള്ള ഇടപെടലാണ് എപ്പോഴും മനസ്സ് നടത്തിയിട്ടുള്ളത്. അത് ഇനിയും തുടരും. ഒക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് 4-ാം തീയതി കാണാമല്ലോ. ബാക്കി മതിയില്ലേ, ഇനി നമുക്ക് സമയമുണ്ടല്ലോ. ഇപ്പോൾ ബാക്കി ഇത്രയും നമുക്ക് ഇനി ഉണ്ട്, കാണാം, സംസാരിക്കാം.